ചേരവേ പ്രണയം നീയേകുമോ ഹൃദയം നീറുമ്പോഴും ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ പതിവായതിലെന്നും തേൻ തുള്ളികൾ തുളുമ്പുന്നു താഴെ നീർത്തുള്ളി പോ നുകർന്നിടുവാനായി പറന്നെത്തി ഞാൻ അനരേ നീ എന്നിലെ ഒളിയായി മാറിടുമോ പിരിയാതെ നിന്നു ജീവനേ ഇകളിൽ ഞാൻ ചേരവേ പ്രണയം നീയേകുമോ ഹൃദയം നീറുമ്പോഴും Dim tanak dim 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 ta. Dim dim taka. Dim tanak dim 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 ta. Dum 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 da. Dim tanak dim 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 ta. Dim tanak dim 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 ta. Dim taka. ആരുടയ മറിയമേ നിശിഹായെ തുണയ്ക്കണേ ആൺപെൺകൾ സന്ധിപ്പതാതി തൊട്ടി മണ്ണിൽ ആലാഹനായൻ ഹിതത്താൽ മാർത്തോമൻ കാട്ടുന്ന മാർഗേ ചരിക്കണം ഈ വാഴ്വിൽ നിളയും നിങ്ങൾ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പ് കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും തിരുത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും വിരുത്തി പെണ്ണവളെ മങ്കമാർഗം തിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പ് കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ചു പുത്തനൊളി വരത്തി എന്തിനായി മന്ദമാർക്ക് ചെന്താമരത്തൈ പുരാതന കത്തോലിക്ക കുടുംബങ്ങളിലെ ഈ ഒരു ആചാരം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ ഉള്ള ഒരു കാര്യം നമ്മളെ വിവാഹത്തിൻ്റെ തലേ ദിവസം ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം ഒരുമിച്ച് കൂടി വധുവിനെ അല്ലെങ്കിൽ വരനെ അനുഗ്രഹിക്കുന്ന ഒരു ചടങ്ങാണ്. അതായത് നമ്മളുടെ കുടുംബങ്ങളുടെ മുഴുവൻ സഹകരണവും ആ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിയോട് കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ആചാര ഒരു അനുഷ്ഠാനമാണ് മധുരം വെപ്പ്. അപ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ വധുവിനെ സ്വീകരിച്ചുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ വരനെ സ്വീകരിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഇരുത്തിയതിന് ശേഷം നമ്മൾ കൂടുതൽ ചെറിയൊരു പ്രാർത്ഥന തുടങ്ങും. പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ നിലവിളക്ക് കത്തിച്ച് അത് ഒഫീഷ്യലി നമ്മൾ മധുരം വെപ്പ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ പുരാതന ആചാരം, അതായത് നമ്മളെ കുടുംബങ്ങളെ കുറച്ചുകൂടെ സ്നേഹത്തിലും ഐക്യത്തിലും ആകാനും ഇടപഴകാനും ഒക്കെ. അതുപോലെ തന്നെ നമ്മളെ മധുരം കൊടുക്കുമ്പോഴേ നമ്മൾ ആ കുഞ്ഞിൻ്റെ ശിരസിൽ നമ്മളെ ഒരു അനാറിൻ്റെ മാതൃനാരങ്ങയുടെ ഒരു പീസായിരിക്കും നമ്മൾ കൊടുക്കുന്നത് മധുരമായിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ നെറ്റിയിൽ ഒരു കുരിശ് വരച്ച് അതിനെ അനുഗ്രഹിക്കണം. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ആ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടിയുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ സഹകരിക്കുന്ന എല്ലാവരുടെയും പൂർണ്ണ സമ്മതം ഈ മധുരം വെപ്പനും ഈ വിവാഹത്തിനും ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഔപചാരികമായ ഒരു ആചാരമാണിത്. അപ്പം നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക്, ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് കസേരയിൽ ഇരിക്കാം. കസേര എടുത്തിട്ടിരിക്കുക. ജിഷ നമുക്കൊരു ഒരു പ്രാർത്ഥനാ ഗാനം ആലപിച്ചുകൊണ്ട് നമ്മൾ ഈ ആരംഭിക്കാൻ പോവാണ്. പരിശുദ്ധാത്മാവിനോടുള്ളൊരു പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു ഗാനം ആലപിക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രാർത്ഥനാരൂപിയിലായിരിക്കാം. നമുക്കും ജിഷയോടൊപ്പം ഈ ഗാനത്തിൽ പങ്കുചേർന്ന് തുടർന്നുള്ള ശുശ്രൂഷകൾ നമുക്ക് പങ്കെടുക്കാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം
നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിൽ ആശ വീശുന്ന പുണ്യദീപിത പാദനീ. പരിശുദ്ധാത്മാവെ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് ഒരിക്കൽ കൂടി ഈ സുസ്മോളെയും വരാൻ പോകുന്ന ചടങ്ങുകളൊക്കെ ഈശോയ്ക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ട ഈശോയെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാനായിലെ ധ്യാന വിരുന്നിൽ ഈ സന്നിഹിതനായിരുന്നു. പരിശുദ്ധമ്മ സ്നേഹന്മാർ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. കർത്താവെ, നിന്റെ സാന്നിധ്യം, നിന്നെ ഞങ്ങൾ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്ന കർത്താവെ, ഇവരുടെ വിവാഹത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്ന ദൈവമേ, എന്നും നീ കൂടെയായിരിക്കണമേ. പരിശുദ്ധമ്മ നിന്റെ കരങ്ങളിലേക്ക് സുസ്മോളെയും അമലിനെയും 2 കുടുംബങ്ങളെയും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു. എൻ്റെ വലിയ സംരക്ഷണയും പരിപാലനയും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നിട്ടും ഒത്തിരിയേറെ കഷ്ടപ്പെട്ടവർ കടന്നു വന്ന എല്ലാവരെയും പരിശുദ്ധമ്മ കരങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ എല്ലാം ദൈവമേ പരിശുദ്ധമ്മ നീ പൂവണിയിക്കണമേ. നിൻ്റെ മധ്യസ്ഥ ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് സുസ്മോളെയും അമലിനെയും വരാമെന്ന വിവാഹ ആഘോഷങ്ങളെയും ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം പരിശുദ്ധമ്മയ്ക്ക് പരമേൽപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദിയിലെ പോലെ എപ്പോഴും ശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിപ്പോഴേ നമുക്കറിയാം, ഏത് ചടങ്ങിന് മുമ്പ് നമ്മളെ നിലവിളക്ക് കത്തിച്ച് അല്ലെങ്കിൽ തിരി തെളിച്ച് നമ്മളെ അത് നമ്മൾ ആരംഭിക്കുന്നത്. നമ്മളിപ്പം അതിൻ്റെ പ്രതീകം ക്രിസ്തുവാണ്. ലോകത്തിൻ്റെ വെളിച്ചം, ലോകത്തിൻ്റെ പ്രകാശം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ നമ്മളൊരിക്കൽ കൂടി നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോഴേ സുസ്മോളും അത് അവരുടെ പേരൻസ് സജമോനും ഉണ്ടാക്കും. നമ്മുടെ കുഞ്ഞിക്കുട്ടനും അതോടൊപ്പം നമുക്കറിയാം, നമ്മൾ 3 കുടുംബങ്ങളാണ് ഏകദേശം ഇവിടെ ഒരുമിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നത്. 1 മരങ്ങാട്ട് ഫാമിലി, 2 വല്യാറ ഫാമിലി, 3 പുതുവീട്ടിൽ ഫാമിലി. അപ്പോൾ നമ്മളെ ഇവരെ കൂടാതെ 4 പേരെ കൂടാതെ നമ്മൾ ഈ 3 ഫാമിലിയിൽ നിന്നും ഏറ്റവും സീനിയർ മോസ്റ്റ് ആയ അവൈലബിൾ ആയിട്ടുള്ള ആളെ നമ്മളെ തിരി തെളിക്കാൻ ക്ഷണിക്കുകയാണ്. അപ്പം ആദ്യമേ സുസ്മോളെ, അതിനുശേഷം സജോമോൻ, പിന്നെ മോളെ, പിന്നെ കുഞ്ഞിക്കുട്ടൻ, അതിനുശേഷം സീനിയർ മോസ്റ്റ് പപ്പയാണ്. പുതുവീട്ടിൽ നിന്നും പപ്പ തിരി തെളിക്കും. പിന്നെ മരങ്ങാട്ടിൽ നിന്ന് അമ്മണി ആൻറ്റി, പിന്നെ വല്യാറ ഫാമിലിയിൽ നിന്ന് മിസ്സിക്കുട്ടി ആൻറ്റി. അപ്പം നിങ്ങൾ 3 പേര് മുമ്പോട്ട് കടന്നു വരണം. മിസ്സിക്കുട്ടി ആൻറ്റി, പപ്പ, അമ്മണി ആൻറ്റി.
നമുക്കിപ്പം കൈയടിച്ച് ഇവർക്ക് നന്ദി പറയാം. നിങ്ങളുടെ സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങുക. നമ്മൾ അടുത്തതായിട്ട് നമ്മളെ ഈ മധുരം വെപ്പിൻ്റെ ചില ചടങ്ങുകളെക്കുറിച്ച് ഒന്ന് ഔപചാരികമായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യലി സംസാരിക്കാൻ ബഹുമാനപ്പെട്ട അപ്പച്ചാനെ ക്ഷണിക്കുകയാണ്. എല്ലാവരും അവരുടെ സീറ്റിൽ ഉപവിഷ്ടരാകുക. എന്നിൽ മാത്രമേ നമുക്ക് ഈ ചടങ്ങ് മുന്നോട്ട് ഭംഗിയായി നടത്താനൊക്കത്തുള്ളൂ. എല്ലാവരും അവരുടെ സീറ്റിൽ ഇരിക്കുക. നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു. നമുക്കെല്ലാവർക്കും ചേച്ചി അവിടെ ഉണ്ട്. ചേച്ചി ആരും ഇവിടുന്ന് അനുസ്മരിച്ചില്ല. ചേച്ചിയുടെ ആരോഗ്യത്തിനുണ്ട് എല്ലാവരും ഒന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക. ഓക്കെ, അത് ഇവിടെ വിട്ടുപോയൊരു സംഗതിയാണെന്ന് ഓർക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ സുസ്മിത മോളുടെ വിവാഹത്തോടു കൂടിയുള്ള സുസ്മി മോളുടെ വിവാഹത്തോടു കൂടിയുള്ള ഈ മധുരം വെപ്പ് ചടങ്ങ് പരമ്പരാഗതമായിട്ട് നടന്നു വരുന്നൊരു സംഗതിയാണ്. ഇത് പണ്ട് ലത്തീൻ സഭ, നമ്മുടെ ആഗോള 3 സഭകളുടെയും കൂടിയുള്ള ലത്തീൻ സഭ, മലങ്കര സഭ, റോമൻ കാത്തലിക് സഭയുടെ എല്ലാത്തിനും കൂടെ കൂട്ടി പണ്ട് ലത്തീൻ സഭയാണ് ഈ ചടങ്ങ് പണ്ട് ഔദ്യോഗികമായി നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴുള്ള ആധുനിക കാലത്ത് നമ്മുടെ പല ഈ വിവാഹ ചടങ്ങുകളിലും ഈ മധുരം വെപ്പ് എന്നുള്ള ഈ പരിപാടി, ഈ ചടങ്ങ് വളരെ ആഘോഷമായിട്ട് നടത്തി വരാറുണ്ട്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം, മധുരം വെപ്പിൻ്റെ ഉദ്ദേശം, പണ്ടൊക്കെ നമ്മളൊക്കെ കൂട്ടുകുടുംബമായിരുന്നു. കൂട്ടുകുടുംബമായിരുന്നത് നമ്മളിൽ പ്രായമുള്ളവർക്കൊക്കെ അറിയാം. ആ കൂട്ടുകുടുംബം എന്ന് പറയുന്നത് സഹോദരങ്ങൾ, സഹോദരി എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു കുടുംബത്തിൽ അവർ കുഞ്ഞുങ്ങളെല്ലാം ആ വീട്ടിൽ തന്നെ. അങ്ങനെ പ്രത്യേകമായിട്ട് വീടുകളൊന്നും അന്ന് അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് വന്നിട്ട് ഇതുപോലെയുള്ള കല്യാണ ചടങ്ങുകൾ നടക്കുമ്പോൾ ഈ കൂട്ടുകുടുംബമാകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അവിടെ തമ്മിൽ പിള്ളേർ വഴക്കുണ്ടാക്കും, നാത്തൂൻ പോര് കാണും, അമ്മായിമ്മ പോര് കാണും. ആ പോരിലുമൊക്കെ തമ്മിൽ പിണങ്ങിയും ഇണങ്ങിയും ഒക്കെയാണ് ആ കൂട്ടുകുടുംബം അന്ന് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതുപോലെയുള്ള ഒരു വിവാഹ ചടങ്ങ് നടക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരു വ്യക്തി, അല്ലെങ്കിൽ സ്ത്രീ, അല്ലെങ്കിൽ ഒരു പുരുഷൻ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ വിവാഹം കഴിച്ച് വിടുന്നതിന് മുമ്പ് ഈ ഒരു മധുരം വെപ്പ് ചടങ്ങ് വെക്കുന്നതിൻ്റെ ഉദ്ദേശം ആ കുട്ടിയായിട്ട് ഇനി മുന്നോട്ട് നമുക്ക് ഇതുവരെ ഉള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി ആ കുട്ടിയായിട്ട് വളരെ സൗഹാർദ്ദത്തോടു കൂടി സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളൊരു ചടങ്ങാണ്. അപ്പോൾ ഈ മധുരം വെപ്പിനകത്ത് ഈ മധുരം എല്ലാ വ്യക്തികളും ഈ കുഞ്ഞിന് കൊടുക്കണം. ആരെങ്കിലും കൊടുക്കാതിരുന്നാൽ അതിൻ്റെ അർത്ഥം ഈ കുഞ്ഞുമായിട്ട് ആ കൊടുക്കാത്ത ആളിന് എന്തെങ്കിലും വൈരാഗ്യം കാണും, എന്തെങ്കിലും പിണക്കം കാണും. അതുകൊണ്ട് എല്ലാവരും ഈ മധുരം ഈ കുഞ്ഞിന് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഈ ചടങ്ങിൻ്റെ ഒരു ചരിത്രം ഞാൻ അല്പം പറഞ്ഞു. ഇത് ലത്തീൻ സഭയിൽ നിന്നാണ് ഇത് വന്നത്. പിന്നെ ഇത് കാനായി കുടുംബം ഇത് ഏറ്റെടുത്തുകൊണ്ട് ആ കാനോൻ നിയമത്തിലൂടെ പോകുമ്പോൾ ഇതിനകത്ത് നമ്മൾ മോള് വന്നിട്ട് ഇന്ന് രാവിലെ കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ട് പൂർണ്ണമായിട്ടും വിശുദ്ധയായിട്ട് എല്ലാ പാപങ്ങളും ഈശോയോട് ഏറ്റുപറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടുകൂടി, ഹൃദയ സംതൃപ്തിയോടുകൂടി, അല്ലെ ഹൃദയശുദ്ധിയോടുകൂടി ഇവിടെ ഇരിക്കുകയാണ്. ഹൃദയശുദ്ധിയോടുകൂടി ഇരിക്കുമ്പോൾ അതിനർത്ഥം എൻ്റെ കയ്യിൽ യാതൊരു പാപവുമില്ല. അതിനർത്ഥം വന്നിട്ട് ഈ കുട്ടിയുടെ കൈ രണ്ടും ഈ വെളുത്ത ഈ ടവൽ കൊണ്ട് മൂടി വെക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ കുട്ടിക്ക്, നമ്മുടെ ഈ മോക്ക് രാവിലെ കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ട് ഹൃദയത്തിൽ നിന്നുള്ള പാപങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഈശോയുടെ ഏറ്റു പറഞ്ഞ് പരിഹാരങ്ങളൊക്കെ നടത്തിയിട്ട് വന്നിരിക്കുകയാണ്. ഇനിയും വന്നിട്ട് ഈ ചടങ്ങിൻ്റെ മറ്റെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു പാത്രത്തിനകത്ത് നെല്ല് വെച്ചിട്ടുണ്ട്, നെല്ലിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, ഈ നെല്ല് നമ്മൾ എത്ര നാൾ ചാക്കിൽ കെട്ടി വെച്ചാലും അത് ഒരിക്കലും കിളുക്കത്തില്ല. കൃഷിക്കാർക്കറിയാം ആണല്ലോ. അപ്പോൾ ഈ നെല്ലിൽ എപ്പോൾ ഈർപ്പം തട്ടുന്നു അപ്പോഴാണ് ഈ നെല്ല് കിളുക്കാനുള്ള തുടങ്ങുന്നത്. അങ്ങനെ ഈ നെല്ല് ഇന്ന് നമ്മൾ വെള്ളത്തിലിട്ടു, ഈ നെല്ല് കിളുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, മോള് ഇന്ന് വരെ ഈ നെല്ല് പോലെ ഇരിക്കുകയായിരുന്നു കിളുക്കാതെ. ഇനി മുതൽ ഈ മോള്
കേൾക്കാൻ തുടങ്ങിയാണ് വിവാഹത്തിന് ശേഷം. അതാണ് ഈ നെല്ലിനുമായിട്ടുള്ള ഈ ബന്ധം. ഇപ്പം മോളുടെ ഒരു ജീവിതത്തിലേക്ക് മോള് കിടക്കുകയാണ്. ഇത് ഇനിയും വന്നിട്ട് ഇത് ചെടി കിളിർക്കാൻ തുടങ്ങിയാണ്. ആ ഒരു ചടങ്ങാണ് ഈ വെള്ളം ഈ നെല്ലിന് വെള്ളം വെച്ചിരിക്കുന്നത്. ഈ മധുരം വെപ്പിനകത്ത് പ്രധാന ചടങ്ങ് സാധാരണ വിവാഹം കഴിക്കുന്ന കുട്ടിയുടെ ആങ്ങളമാർ ആരെങ്കിലും വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ആങ്ങളെയും ഭാര്യയുമായിരിക്കും വിവാഹത്തിന് ഈ ചടങ്ങ് നിർവഹിക്കുക. മധുരം കൊടുക്കുക, ഈ ചടങ്ങ് കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ആ ഒരു സംഗതി ഇല്ലാത്തതുകൊണ്ട് ഇവരുടെ തലതൊട്ടപ്പനല്ലേ, തലതൊട്ടപ്പനും തലതൊട്ടമ്മയാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ കുട്ടിയെ 3 പ്രാവശ്യം വായിൽ വെള്ളം ഒഴിച്ച് കുലുക്കൊഴുകി തുപ്പിക്കും. അതായത് ഇതിൻ്റെ അർത്ഥം എന്താ? വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും എൻ്റെ പാപങ്ങളെല്ലാം ഞാൻ ഇനിയൊരു മേലിൽ ഒരു പാപം ചെയ്യുകയില്ല എന്നുള്ളൊരു ചടങ്ങിന് വേണ്ടിയാണ് 3 പ്രാവശ്യം വെള്ളം വായിൽ വെച്ച് തുപ്പിക്കളത്. അപ്പം ഞാൻ വിശുദ്ധിയായി, അല്ലെങ്കിൽ ഞാൻ പൂർണ്ണ ഹൃദയശുദ്ധിയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. അതിനുശേഷം ആണ് ഈ മധുരം കൊടുക്കുന്ന പരിപാടി. മധുരം കൊടുക്കുന്നതിൻ്റെ അകത്ത് ഈ മധുരം കൊടുക്കുന്ന ആ കാരണവൻ ചോദിക്കും, മധുരം വെക്കട്ടെ എന്ന് ചോദിക്കും. അത് 3 പ്രാവശ്യമാണ് ചോദിക്കുന്നത്. അത് 2 പ്രാവശ്യം നിങ്ങളത് നിരസിക്കുക. 3ാമത്തെ പ്രാവശ്യം നിങ്ങൾ എല്ലാവരും കൂടെ കൈ കൊട്ടിക്കൊണ്ട് അതിന് അനുവാദം കൊടുക്കുക. അതിനുശേഷം ഓരോരുത്തരും വന്ന് എല്ലാവരും ഈ കുട്ടിക്ക് മധുരം കൊടുത്ത് ഈ കുട്ടിയുടെ ആയിട്ടുള്ള ആ സൗഹൃദം, സ്നേഹം, മുന്നോട്ടുള്ള ആ സ്നേഹം ഉറപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കണം. ഇതാണ് ഈ ചടങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം. ഈ ടവല് ഇവിടെ തന്നെ ഇരിക്കും. അവസാനമാണ് ഈ ടവല് മടക്കി വെക്കുക. മോടെ ചുണ്ടത്ത് വെച്ച് എല്ലാവരും മധുരം കൊടുക്കുന്ന ആവശ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് അപ്പച്ചാന് നല്ലൊരു കയ്യടി കൊടുക്കാം. വളരെ വിശദമായിട്ട് നമുക്ക് പലർക്കും അറിയാത്ത പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. ഒത്തിരി സ്നേഹത്തോടെ നന്ദി. നമ്മൾ ഉടനെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കിണ്ടിയും മുന്തയും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം സുസ്മുവൊക്കെ നമ്മൾ മധുരം കൊടുക്കട്ടെ. സുസ്മുവൊക്കെ മധുരം കൊടുക്കട്ടെ. സുസ്മുവൊക്കെ മധുരം കൊടുക്കട്ടെ. നമ്മളെ അടുത്തത് സുസ്മയുടെ അപ്പനും അമ്മയും സ്റ്റേജിലേക്ക് വന്ന് ഒരു അനാറിൻ്റെ പീസ് മുതലെടുത്തിട്ട് കൊടുക്കുക. അതിനുശേഷം അനുഗ്രഹത്തിൻ്റെ പ്രതീകമായിട്ട് നെറ്റിയിലൊരു കുരിശ് വരച്ചിട്ട് തിരിച്ചു പോകണം. മനമാകെ കാണും നേരം മൗനം പോലും ഗാനമായി മാറുവാൻ ചാരേ തൂവൽ വീശും വെൺപ്രാവിൻ മന്ത്രണം കേൾക്കുവാൻ ഒഴുകാനുള്ളിലെ തേൻനദി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേൻനദി വിടരാനുള്ളിലെ വെൺമതി വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു ഉயிருണരുന്നു വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു ഉயிருണരുന്നു ദൂരെ പക്ഷികൾ
ഇരുളലമായാറായി നദിയൊഴുകുന്നു, കിളിയുണരുന്നു, നിഴലുകൾ നീങ്ങി. ഇരുളലമായാറായി നദിയൊഴുകുന്നു, കിളിയുണരുന്നു. നാളെ വാതിലിൻ ചാരയായിരം പൂവിതൾ നീട്ടുമോ, ഏതോ തേങ്ങലിൻ നാദമായി പാടും വീണ തൻ തന്തി. പാതയിൽ മാഞ്ഞോരാ മുദ്രയിൽ തേടിടാം, പാതിയിൽ തീർന്നോരാ യാത്രകൾ നാമിനി. ഒഴുകാനുള്ളിലെ തേന്നതി, വിടരാനുള്ളിലെ വെൺമതി. ഒഴുകാനുള്ളിലെ തേന്നതി, വിടരാനുള്ളിലെ വെൺമതി. ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? കാതോരം കന്നിക്കുറുമ്പേ മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ? കണ്ണാടി കണ്ണിൽ ഒരു മിന്നാരം കണ്ടേ ചിന്തൂര ചേരോടെ പോരു പെണ്ണാളെ. കാത്തിരുന്നതല്ലേ, കാത്തുവെച്ചതല്ലേ, കാത്തിരുന്നതല്ലേ, കാത്തുവെച്ചതല്ലേ, ഓർത്തു വന്നതല്ലേ ഞാനും പെണ്ണാളെ. കാത്തിരുന്നതല്ലേ, കാത്തുവെച്ചതല്ലേ, ഓർത്തു വന്നതല്ലേ ഞാനും പെണ്ണാളെ. സതിരേ तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना ओ सतीरे, तेरे बिना भी क्या जीना,
तेरे बिना भी क्या जीना। फूलों में कलियों में सपनों की कलियों में, फूलों के कलियों में सपनों की कलियों में, तेरे बिना कुछ कहीं ना, तेरे बिना भी क्या जीना। ओ सती रे तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना। फिर भी कभी अब ना मुझ तेरे आवाज में न दूंगा, आवाज में न दूंगा। चाहूंगा मैं तुझे सांझ सवेरे, फिर भी कभी अब ना मुझ तेरे आवाज में न दूंगा, आवाज में न दूंगा। चाहूंगा मैं तुझे सांझ सवेरे।